എല്ലാവർക്കും സ്വാഗതം. എന്റെ തല കാണിക്കരുതേ. അപ്പൊ നമ്മളിന്ന് എവിടെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗുവിന്റെ വീട് വരെ പോവാണ്. സിംഗുവിന്റെ വീട്ടിൽ പോവാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മള് വീട്ടിൽ നിന്ന് ഫ്രഷ് അവക്കാടോ ഹാർവെസ്റ്റ് ചെയ്തതാണ്. എന്ത് ഭംഗിയാ, നല്ല ടേസ്റ്റ്. ആ കയ്പൊന്നും ഇല്ലാത്ത നല്ല കൈ നോക്ക്. ഒന്ന് പണിയെടുത്ത് ഇത് വിറ്റാലുണ്ടല്ലോ എത്ര കിട്ടും? നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാ. ലുലുവില് കൊണ്ടു കൊടുക്കാനാ. ഇന്ന് നമ്മൾ കൊച്ചിക്കാണ് പോണേ അല്ല കൊടുങ്ങല്ലൂർക്കാണ്. നാളെ കൊച്ചിക്ക് പോണ്ട്. കൂടിനടിയിൽ വരെ അവക്കാണ് വീണ് കിടക്കുക. ടോക്കിയോക്കൊന്നും വേണ്ട ഉപ്പിച്ച് കളിക്കും. അപ്പം മതി ചേട്ടാ. പങ്കുവെക്കണല്ലോ. ആ ഒരു ഇതിലിട നമ്മളെ ഫാമിലി മൊത്തത്തില് ഇന്നൊരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിങ്കു വന്നിട്ട് ഇപ്പൊ ഒരു മാസമായി. ഒരു മാസമാനായി. ഷിങ്കുവിന്റെ വീട് വരെ പോവാണ്. വീട്ടിൽ ആരും ഇല്ല. ഞാൻ പറയട്ടെ, 4 കവറാ. ഇത് 4 കവറാക്കണം. ഒന്ന് സിദ്ധാപ്പന്റെ അടുത്ത്, വലിപ്പം കാണിച്ചു നോക്ക്. നമ്മുടെ കയ്യില് ഒന്ന് ചാച്ചിന്റെ അടുത്ത്. ഇത് വലുതല്ലേ? ഒന്ന് ആഴ്ച സെയിം ബട്ട് ഡിഫറെന്റ്. തലയിലോട്ടിടല്ലേ? ഇതും വലുതാ, നമ്മുടെ കൈ കൊള്ളുന്നില്ല. എങ്ങനെ പിടിക്കുന്ന കൈ പിടിക്കില്ലേ? കാറ് കഴിവണ്ടേ? കാറിന്റെ ചളി നോക്ക്. നമ്മളാണ് കാറ് കഴിവുന്നത്. ചളി ചളി കഴിഞ്ഞ ഒരു ഗൂഡല്ലൂർ ട്രിപ്പ് അതിനൊന്നും വീഡിയോ എടുത്തില്ല. നല്ല എഴുക്ക് സീനില്ല. അത് നമുക്ക് ഇല്ല, നമുക്ക് വന്നു കഴിഞ്ഞിട്ട് പറിച്ചിട്ടേ കൊടുക്കാൻ പാടില്ല കേട്ടോ. ചതക്കല്ലേ, ഒന്നിനും കൊള്ളൂല അത് പഴുത്ത് വരുമ്പോ. അപ്പൊ എന്റെ കൈ പോവാ. സോ ഇതൊക്കെ നമ്മൾ ഇനി പാക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇറങ്ങും. ഇവരിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റിട്ട് ഇവര് കാണാൻ. എന്റെ ടോക്കിയോ എങ്ങനെ വൃത്തിയാക്കിയാണ്. സോ ഗായ്സ്, അങ്ങനെ അവക്കാടൊക്കെ പറിക്കണ നിങ്ങൾ കണ്ട്. ഇപ്പം സമയം രാത്രിന്ന് ഉച്ചക്ക് 12:50. നമ്മൾ 1 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. അപ്പം ഈ വീട്ടിൽ എല്ലാവരും ഉണ്ട്. പിന്നെ പോരാത്തിന് അളിയൻ, ഭാവി, ലൂയി, ഐസി. ഇവിടുത്തെ ലഗേജ് നോക്കിയേ. ഇവിടുത്തെ ലഗേജ് നോക്കിയേ. ഇനി അവിടുത്തെ ലഗേജ് ഉണ്ട്. കോമഡി എന്താന്നുള്ളത് ഞാൻ വണ്ടി ഒന്ന് മുന്നോട്ടാക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അതായത് ഈ ലഗേജ് ഒന്നും ഈ വണ്ടി പോകുന്നു. എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളാണ് 2 വണ്ടി എടുക്കാണ്ട് ഒറ്റ വണ്ടി ആക്കിയത്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ഉള്ളി വെച്ചിട്ട് ഇത് മാത്രം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എടുത്ത് വെക്കാം. ഈ ഒരു ലഗേജ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ വണ്ടി എടുക്കുക വിചാരിക്കും. മൊത്തം ഒരു 7000 രൂപേന്റെ ഡീസൽ അടിക്കേണ്ടി വരും പോയി തിരിച്ചു വരണമെങ്കിൽ. ഈ സാധനമൊക്കെ എന്നാല് പൈസ പറയട്ടെ, ഈ അവക്കാട് ഒഴിവാക്കണം വിചാരിക്കും. പുറത്തുനിന്ന് മേടിക്കുമ്പോ തന്നെ 7000 രൂപയുടെ സാധനം ആയിട്ടുണ്ട് അവക്കാടോ. അത്രയും വിലയാ? എന്നാലേ ഞാനേ കാറ് മുന്നോട്ട് എടുക്കട്ടെ. അപ്പൊ ഈ 7000 രൂപയുടെ എണ്ണ ഫ്രഷ്, അത് പോട്ടെ, 7000 അല്ല, ഫ്രഷായ അവക്കാടോ കിട്ടണമെങ്കിൽ ഇത് നമ്മള് വീട്ടിൽ നിന്ന് ഒരു സാധനം അടിക്കാത്ത അല്ലേ, ഒരു വളം പോലും ഇടാണ്ടായ അവക്കാടോയാണിത്. അതൊന്നും എവിടെയും കിട്ടൂല. ഇനി കടയിൽ 7000 രൂപ എടുത്ത് മേടിച്ചാൽ തന്നെ അത് വല്ല ചീത്തയാവും, പഴുക്കും അല്ലേ, ചീഞ്ഞ. ഉമ്മ പറയുന്നത് ഇനി കോമഡി ഇല്ല. അങ്ങനത്തെ യാത്ര അടിപൊളി യാത്ര കാത്തിക്കില്ലേ. ഞാനങ്ങനെ ബാക്കിലിരുന്ന് അങ്ങനെ ഞാൻ ബാക്കിലിരുന്ന് അങ്ങനെ സൂഹിക്കും. നിങ്ങളിങ്ങനെ ഡബിൾ കളർ ഒപ്പിച്ച് അടിച്ചേക്കണം. ബ്രൗൺ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അങ്ങനെ എന്തായാലും കൊള്ളാം അല്ലേ ഉപ്പച്ചി? അല്ലേ? അപ്പോൾ ഉപ്പച്ചി ഞാൻ പണിയെടുത്തു നോക്കാം.
ആ പിന്നെ എന്റെ സുന്ദരി ടോക്കിയോ അവിടെ നോക്കിയൊക്കെയുണ്ട്. സുന്ദരിയായി വാ. ഞങ്ങള് ഒളിപ്പിച്ച് കണ്ട. ഈ വണ്ടീന്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് 5 പേര് പോവുകയാണെങ്കിൽ ഇത് നമുക്കിങ്ങനെ ആക്കിയിടാം. 5 പേരല്ലല്ലോ പോണത്. പിന്നെ വേക്കിൽ ഇരിക്കണ ഇങ്ങനെ കുറച്ച് ചാരി ഇരിക്കണ്ടേ? എന്തായാലും ഇരിക്കണ്ടേ ആയിഷക്ക്? ഇല്ലെങ്കിൽ ഇത് കുറച്ച് ഇങ്ങനെ ആക്കാം പറ്റുമോ? പക്ഷെ ഇത്രയും ദൂരം ഇങ്ങനെ ഇരിക്കണ്ടേ? കൊടുങ്ങല്ലൂർ മാറി മാറി ഇരിക്കാലോ. ബാക്കിൽ ഇരിക്കണ ആള് ഫ്രണ്ടിൽ വരും. ഞാൻ പറയാം അല്ല, ഞാനൊരു കാര്യം ചെയ്യാം. ഈ ബാഗൊക്കെ ഇവിടെ നടുവിൽ വെച്ചൂടെ? അവക്കാടോ ബാ, ഒരു കവർ അവക്കാടോ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന ആളെ അവിടെ വെക്കാം. അവിടെ ഒന്നും പറ്റില്ല. വണ്ടി നാശാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുള്ളില് സ്പേസ് ഉണ്ടോ? ഈ ചാക്കിനിക്ക് എടുക്കാനാവില്ല. കുഞ്ഞാനോക്കട്ടെ. പണിയാണ്. ഫൈനലി നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ലഗേജൊക്കെ നമ്മളങ്ങനെ കുത്തി കയറ്റിയിട്ടുണ്ട്. ഇനി 4 പേരെ ലഗേജ് കൂടി ഇതിൽ കയറാനുണ്ട്. നമ്മൾ കയറ്റും എങ്ങനെയെങ്കിലൊക്കെ അവരിവിടെ കയറ്റും. നോക്കാം. ആ അടിച്ചോ. അവസാനം ഐഷ അവിടെ എത്തിയിട്ട് കയറാം ബേക്കിൽ. സീറ്റ് എന്നാ പഠിപ്പിച്ചു തരാം. ഓരോരുത്തർ പഠിച്ചോളെ. ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ ഇങ്ങോട്ട് ബാക്കോട്ട്. ആ സ്പീഡിൽ. ഇനി ഇതിങ്ങോട്ട് വെറുതെ ആക്കിയാൽ കഴിഞ്ഞു. സിമ്പിൾ പരിപാടി. ആ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇറങ്ങാ പിന്നെ ചേച്ചി ഉള്ളിലല്ലേ? ഈ വീടിന്റെ ഇവിടെ ആരും ഇല്ല എന്നുള്ളത് അറിയിക്കല്ലേ? ഞാൻ എന്നെ ഉൾപ്പെടുത്തിയില്ല. എന്താ മേഡം ഇവിടെ ഇരിക്കണ്ടേ? ഉപ്പിച്ചിരിക്കണ്ടോ? ഉൾപ്പെടുത്തി. അതെ കുറച്ചേ ഇങ്ങടി ഇരുന്നാ മതി. മാറി മാറി ഇരിക്കുക. ബാക്കിലത്തെ ആൾക്കാർക്ക് ഇങ്ങടി ഇരിക്കുക. അപ്പൊ പിന്നെ ടോക്കിയോനെ നമ്മള് സലാം ഖാനെ സുന്ദരി ടോക്കിയോ പോട്ടെ. കേറിക്കോ. അടിക്ക് അടഞ്ഞിട്ടില്ല. ഡോർ ഓപ്പൺ എന്നാ കാണിക്കണേ. അടിച്ചിക്കണ്. ഇതില് കാണുമ്പോ അടിച്ച മാതിരിയല്ലേ ഉള്ളത്. പക്ഷെ അതില് ആ ഡോർ അടിക്ക്. ശിങ്കു ഇവിടെ ചിഹ്നം കാണിക്കണ്ടോക്ക്. ഇല്ല, ഓപ്പൺ എന്നാ കാണിക്കണേ. ഞാനേ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് അടിഞ്ഞോ? അടിഞ്ഞ് ഇല്ല. ആ അവിടെ കാണിക്കും. എന്താ അറിയോ, വണ്ടി പിന്നെ ഓടാൻ സമ്മതിക്കൂലേ. പീ 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 പറഞ്ഞിട്ട്. റെഡിയാ? ഒരു മിനിറ്റ്. എല്ലാം പോയോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. ഈ ഡോറൊന്നും ഈ സീറ്റുകളൊന്നും മുന്നോട്ടാക്കിയിട്ട് അത് ഫുള്ള് പോകും. ഇതാണ് കാരണം. മാറുന്നോ അടിഞ്ഞോ? ആ അടിച്ച്. കീ നോട്ട് ഇൻ വെഹിക്കിൾ. അത് അതിന്റെ കീശലായിട്ട് എന്താ എല്ലാം കൂടി മറിഞ്ഞു വീണ്. സൂപ്പർ. അവക്കാട് എന്തെങ്കിലും പോയോ? ഐഡിയില് ഒന്നും പോയിട്ടൊന്നുമില്ല. സോ ഗൈസ്, ട്രിപ്പ് ബി ആണ്. നമ്മൾ 0 ആക്കാൻ വേണ്ടി പോവാണ്. യെസ്, ഫുൾ 0. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര കിലോമീറ്റർ പോയി തിരിച്ചു വന്ന് നമ്മൾ പറയണ്ടേ? ഓ ഒക്കെ പിടിച്ചോ. AC വരുന്നില്ലേ ബാക്കോട്ട്? ഇപ്പൊ വരും.
ഇതൊന്ന്. അപ്പം നമ്മൾ യാത്ര തുടങ്ങിയാണ്. ആദ്യമായിട്ട് നമ്മൾ ശിങ്കുവിന്റെ വീട്ടിലോട്ട് യാത്ര തുടങ്ങിയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഇവിടുന്ന് പോണത് ഭാവിന്റെ വീട്ടിലേക്കാണ്. അവിടുന്നാണ് നമ്മൾ എങ്ങോട്ട് പോവാ? ശിങ്കുവിന്റെ അങ്ങോട്ട് പോവാ. ആദ്യം നമ്മൾ മേപ്പാടി പോയിട്ട് എണ്ണടിച്ചോണ്ടിരിക്കാണ്. എന്താ ഫുൾ എത്ര റുപ്യക്ക് എല്ലാരും ഗസ് ചെയ്യ്. എത്ര റുപ്യക്ക് അടിക്കുന്നു? ഞാൻ പറയാം 6000. ഒരു 4 സംതിങ് കിട്ടും. 400 4,500. 4,100 അല്ല, 4,500, 4,700 വരും എന്റെ ഒരു അഭിപ്രായത്തില്. ഇത് അത്ര ഒന്നല്ല ഇതിന്റെ ടാങ്ക്. 60-57 ലിറ്റർ എങ്ങനെയാ? ഞാൻ ഒന്നും പറയണത് 45 ലിറ്റർ. ഒരു 10-15 ലിറ്ററിലുണ്ടാവും. 4100. ശരിയാണെങ്കിൽ എന്താ കൊടുക്കാന്ന്? എന്താ കൊടുക്ക? എന്തോ കൊടുക്കും ശരിയാണെങ്കില്? 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ 100 റുപ്യ. 100 റുപ്യ. ഞാൻ പറയാം ഒരു 4,100. അതല്ലേ ഞാൻ പറഞ്ഞേ. പിടിക്കാൻ പാടില്ല, വേറെ പറ. 200 ഞാൻ പറഞ്ഞത്. 200 പറഞ്ഞു. ഞാൻ 4,500 to 700. അത് വെച്ചില്ല. ഒരു 4,600. ഇതിപ്പോ ഞാൻ പിടിച്ചപ്പോ 4,700. സമ്മാനം പോയി. ഉപ്പച്ചിയുടെ സമ്മാനം പോയി. ഉപ്പച്ചിയുടെ പോയി. കുഞ്ഞാവിന്റെ കഴിഞ്ഞ് 700 പോയി. 400 നിൽക്കും. 500 കഴിഞ്ഞ് എന്നിട്ടാ 400, 300, 700, 4, 6. എന്തൊക്കെയാ പറയണ്ടേ? 470 സോ ഗൈസ്, ഞങ്ങള് ചോറ് നാൻ കയറിയതാണ്. ഇറങ്ങിയ പാടെ ചോറ് നാൻ കയറിയ ആൾക്കാരാണ്. ഫുഡ് കഴിക്കട്ടോ. ഇങ്ങോട്ട് വാടാ, കാണുന്നില്ല. ഇതാരിത്? ഇതാരിത് ഗൈസ്? ഓ വ്ളോഗാ. ഇങ്ങോട്ട് വാ, ഫ്രണ്ടിലോട്ട് വാ. ഓടിക്ക്, ഇങ്ങോട്ട് വാ. എത്തണില്ലല്ലോ ഡ്രൈവറും. അവിടെ എന്താ പ്രശ്നം? എന്തേ? അതോ അതെന്തിനാ നിങ്ങൾ തുറന്ന അളിയൻ ഇരിക്കണോടത്ത് വെച്ചേക്ക്. ഫ്രണ്ട് വെച്ചാണ്. ഭാവി നോക്ക്, എയർപോർട്ടിൽ ലുക്ക്. സുന്ദരിലു ദീദി വിളിക്കണേ. ഗൈസ്, നമ്മളെല്ലാരും ഇറങ്ങലായി അല്ലേ? ഭാവിന്റെ വീട്ടിലാ. ഉമ്മ എന്താ പറയാളെ? നിങ്ങ രണ്ടുപേരും ബൈക്കും എത്തിക്കോളാം. ടാറ്റാ, ബൈ ബൈ. ഇവര് ബൈക്കും എത്തിക്കോളൂ. നമുക്ക് പോയാലോ? പടച്ചോനെ, മൂപ്പര് ദീദീനൊക്കെ ഇരുത്തി പോവാനറിയാം. ലൂയി, ബൈക്ക് കിടക്ക്. എന്റെ ചെറുക്കിനെ കൊണ്ടുപോയി. എനിക്ക് ചെറുക്കനില്ല. ലൂയി അല്ല, ഇതൊക്കെ അവയ്ക്കാടോ. അത് എന്റെ ബ്ലാക്ക് കുറച്ചുള്ളൂ. എന്നെ വച്ചില്ലെങ്കിൽ എന്റെ അവക്കാട് വെക്കണം. ഞാൻ
ഇടുക്കി അടയൂല. സോ നമ്മൾ ഫൈനലി ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. എല്ലാരും അളിയൻ ഓടിക്കുന്നുണ്ട്. ഇതാ ബേക്കില് ഉമ്മ, പിന്നെ ഉമ്മ അല്ലേ അതല്ല ബേക്കില് തൊട്ട് ബേക്കില് ഉമ്മ, ഭാവി, ശിങ്കു. ഏറ്റവും പിറകില് ആയിഷുമ്മ, ഉപ്പച്ചി. അത് കുഴപ്പമില്ല, നമുക്ക് മാറി മാറി ഇരിക്കാലോ. നമുക്ക് അത്യാവശ്യം ദൂരം പോവാണ്ട്. സോ ലെറ്റ്സ് ഗോ. മേപ്പാടിനോട് നമ്മൾ ബൈ പറയാണ്. ഇപ്പം 2:47 നമ്മൾ എത്ര മണിക്ക് എത്തും? ഒരു 8 മണീന്റെ ഉള്ളിൽ എത്തുവോ? 9 മണി 10 മണീന്റെ ഉള്ളിൽ എത്തരി. നമുക്ക് നോക്കാം എത്രയായാലും. എന്തായാലും രാത്രി പോയിട്ട് ഷിങ്കുവിന്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുക. അതുവരെ ആർക്കും പച്ചവെള്ളം പോലും ഇല്ല കേട്ടോ. ഓക്കെ. ചോറ് വേണമെന്ന് ചോദിച്ചപ്പോ അറിയാ ഉപ്പച്ചി പറഞ്ഞു വേണ്ട. ആയിഷ മാത്രം പറഞ്ഞു ഇത്തിരി വേണം. അമ്മ എന്നിട്ട് ഏറ്റവും കൂടുതൽ എന്താ അറിയാ ഷിങ്കും ആയിഷയും അല്ല ഉപ്പച്ചിയും. അല്ലെങ്കിൽ ജ്വല്ലറിയൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ കൂടെ വരുന്നത്. ജ്വല്ലറി ഇത് അവിടെ അടിഞ്ഞു കിടക്കുന്നു. എന്നാ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ ഇനി പോണൊക്കെ എന്തൊക്കെയൊക്കെ വീഡിയോ എടുക്കാട്ടോ. പിന്നെ ഭാവിയും അളിയനും പുതിയ ചാനൽ തുടങ്ങുന്നുണ്ട്. വിശദമായിട്ട് ഇത് ഒരു പേര് കിട്ടിയില്ല. പേര് റെക്കമെൻഡ് ചെയ്യാൻ എല്ലാവരോട് ചോദിച്ചാലോ? അളിയനും പിന്നെ പെങ്ങളൊരു ചാനൽ തുടങ്ങുന്നുണ്ട്. അതിന് പറ്റിയൊരു ചാനലിന് പറ്റിയൊരു പേര് നിങ്ങള് അത് ഓൾറെഡി ഉണ്ടെന്ന. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എന്താ അറിയോ, അടിച്ചു നോക്കുമ്പോ ഈ പെങ്ങളും പിന്നെ അളിയനും എന്നൊക്കെ സ്പെല്ലിങ് അടിച്ചു നോക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എളുപ്പമുള്ളത് എടുക്കണം. അപ്പം എല്ലാരും റെക്കമെൻഡ് ചെയ്യാ. സോ ഗൈസ് പറഞ്ഞ പോലെ. സോ ഗൈസ് നമ്മളെ സ്വന്തം വയനാട് വിട്ടു പോകാൻ വേണ്ടി പോവാണ്. വയനാട് ലക്കിടി എത്തിയിരിക്കുകയാണ്. ഫുള്ള് കോടേട്ടോ. ഇന്ന് ശനിയാഴ്ച ആയിട്ട് നോക്കി എന്തൊരു തിരക്കാ വയനാട്ടില്. എല്ലാ റിസോർട്ടും ഫുള്ളാട്ടോ. നമ്മള് വയനാട്ടില് റിസോർട്ട് പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഫുള്ളാ ഗൈസ്, മൊത്തം ഫുള്ള്. ആൾക്കാര് വിളിച്ചിട്ട് റിസോർട്ട് കൊടുക്കാനില്ല, അത്രക്കും തിരക്കാന്ന്. ഓ ഏതാ മുടിലേ. ഇവിടെയാണ് ഞങ്ങൾ 3 വർഷം പഠിച്ചേ, കോടയിൽ. ഓ ഒരു തുള്ളി കാണില്ലല്ലേ, ഫുള്ള് ഒരു തുള്ളില്ല. ഓക്കെ ഒന്നും കാണില്ല. നോക്ക് വയനാടിന്റെ ഒരു ബ്യൂട്ടി. എങ്ങനെയുണ്ട് ആയിക്കോട്ടെ കാണാന്? ഇതിപ്പോ എന്റെ നാടല്ലേ. നല്ല ഭംഗിയോട് കൂടി പോന്നു. പാട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ കോപ്പിറൈറ്റ് കിട്ടുന്നോണ്ടാണ് വീഡിയോ എടുക്കുമ്പോ നമ്മളത് ഓഫ് ആക്കി വെക്കുന്നത്. ശരിയല്ലേ, ഞങ്ങൾക്ക് താഴ്നാട്ടിൽ ഒതുക്കെ തിരക്ക് നോക്കി ഗൈസ് വയനാട്ടിൽ. നമുക്ക് മേലെയാ വയനാട് പോന്നു. നമ്മൾ അങ്ങനെ വയനാടിനോട് വിട പറയുകയാണ് അങ്ങനെ കോഴിക്കോട് ജില്ലയിലെത്തി. സോ ഗൈസ് നമ്മൾ ചുരത്തിൽ ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. 1.25 മണിക്കൂറായി. ഇപ്പം ഇവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 മണിക്കൂറായി. പക്ഷെ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളൂ, കാരണം ചുരത്തിലെ ബ്ലോക്ക് കാരണം. എന്താ ശിങ്കു ഇതിന്റെ മേലെ കയറിയിട്ടുണ്ട്. വീഡിയോ എടുക്കണോ? ഞാൻ കുറച്ച് എടുത്തിട്ട് തരാം. ഓള് എന്റെ ഫോണും താഴെ ഇടുപ്പോ. നീ കേറി കേറി കിടന്നൊക്കെ എല്ലാവർക്കും അല്ലല്ല എന്തോ ഡെസേർട്ട്
എന്താ വാങ്ങിച്ചേ? മാംഗോയാ? മാംഗോയും അവിടെ ഉള്ള വാങ്ങിച്ചു. മാംഗോ, ബംബൂസ, പിസ്താഷ്യോ. അപ്പൊ അതിന്റെ ഇടയിലെ ഒരു ആരിത്? ഏയ്. ശരി. ഇതാരും സുന്ദരി ലൂയിയ. ഇത് കണ്ടായിരുന്നോ? അവിടെ അടങ്ങിയിരിക്കുള്ളൂ. അവിടെ ഒരു ഉമ്മ കൊടുക്കട്ടെ. എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടതിനൊന്ന് മൊത്തം ലൂയിന്. അല്ല കൊച്ചു കെമിക്കൽ. കേറി പോന്നതാ ഭാവി. ഉമ്മ ഏയ് ഓ അല്ലോ, എന്റെ ബോയ് ഫ്രണ്ടിനെല്ലാം ചെയ്തോണ്ടല്ലോ. ആ ദാ. ചോര ആരാ കാട്ടിയ? ദീദി. ദീദിയാ? ആ മൈക്കല്ലേ എടുക്കുക എംബ്ലം. ദീദിനെ എന്റെ എംബ്ലം. ദിസ് ഈസ് മൈ എംബ്ലം. അവൻ തന്നെ മറന്നു എന്താ ഇപ്പൊ ഉണ്ടായത്. ഡാഡ നോക്കിക്കോ കാണിച്ചു കൊടുക്കാന്. അതാ മാമൻ അവിടെ. അതാ മാമ എന്നെ വിളിക്കുന്നേ. അവളെ കാലമേലെന്താ? ആ ദീദി. ദീദി ഉമ്മാച്ചി. അതല്ല ഇത് കാണി നോക്കി ചോരാക്കി വൈഫ്. എല്ലാരും അറിയിക്കണം അല്ലേ? നമുക്ക് എല്ലാരും അറിയിക്കാം. ഞാൻ ഇവിടെ തരാം. എന്താ പറയുന്നു? ഹായ് പറി, ഹായ് പറി. ഒയ് 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 ഒയ്. അപ്പം ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. നല്ല മാംഗോ ഉണ്ട്. പോരെ? കൊള്ളാവോ? സൂപ്പർ. ഇഷ്ടപ്പെട്ടെന്ന്? കൊള്ളാമോ? മേത്തായി മേത്തായി. ഒയ് ഒയ് ഉടുപ്പില്ലായി. ഓ ചോട്ടേക്കാണോ? ഞാൻ ഐഡിയ ഇളയാവള് ഞങ്ങൾ ഞാൻ മൂത്ത് ഡോക്ടറാണ്. അറിയോ നീ? അഡ്രസ് ഞങ്ങൾ കൽപ്പറ്റ അറിയാലേ? വന്നിട്ടില്ല, പക്ഷെ അറിയാം. ഒരു ഫേമസ് സ്ഥലമാണല്ലോ. അങ്ങോട്ട് പറഞ്ഞിരുന്നു. നേരെ ഓഫീസല്ലേ ആണല്ലേ? നേരെ ഓഫീസല്ലേ ആണല്ലേ? അതാ കണ്ടുടനെ വന്നത്. ഞാൻ ഓട്ടോ ഇറങ്ങിയപ്പോ തന്നെ നോക്കുന്ന കണ്ടിയത്. പിന്നെ നമുക്ക് അറിയില്ലല്ലോ ആരാ. പിന്നെ ഇങ്ങനെ ആയിഷ ഉണ്ടാവും നിങ്ങളെ വീഡിയോ എടുത്തിന്. എല്ലാവരുടെ പേരും അറിയാം. ഫ്രണ്ട് ഒന്നിച്ച് പഠിച്ചതാണ്. പഠിക്കുന്ന എക്സാം പഠിക്കുക. അമ്മക്കൊക്കെ അറിയാം. വീഡിയോ ഇവിടെ കൊണ്ട് പോവാം. നല്ല ബ്ലോക്കാണല്ലേ? ഞാനെല്ലാ ഇവിടെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിക്കും റിസപ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും വരുമെന്ന് ഉറപ്പിച്ചതാണ്. അപ്പൊ ഞാൻ ഇത് മറ്റേ ഇതൊക്കെ സംഭവിച്ചത് നമ്മൾ പാലാവള്ളിയില്ലേ, അവിടെയാണ് ബസ് ഇറങ്ങുന്നത്. ആണെന്നിങ്ങോട്ട് എടുത്തോട്ടായിട്ട് അവിടെ തന്നെ വരും. എല്ലാവരും വരിക. കണ്ടാലും
ഇതൊക്കെ കാണല് എല്ലാവരും വീഡിയോ പോയി ശരി ബൈ. സോ ഇവരെന്തൊക്കെയോ ഐസ്ക്രീം എന്തൊക്കെയോ കഴിച്ചിട്ട് നമ്മൾ കൊടുവള്ളിയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പോവാണ്. ഇനി നമുക്ക് ഇതാ 4 മണിക്കൂറും 13 മിനിറ്റ് ഉണ്ട്. രാത്രി ഒരു 9:45 എത്തുന്ന കാണിക്കണേ. അതെത്തല്ല ഉണ്ടാവില്ല, നമ്മൾ ഇനിയും ചവിട്ടുമല്ലോ. സോ എങ്ങനെ ഉണ്ടായിരുന്നു സാധനം? നമ്മൾ ഐസ്ക്രീം എല്ലാം കഴിച്ചത് വെറും സാധനം 700 റുപ്യ സാധനം കഴിച്ചിട്ട് ഐസ്ക്രീം എന്ന് പറയുന്നത് എനിക്കറിയണ്ടേ. ഐസ്ക്രീം ഉണ്ട്, കാണിച്ചിട്ടുണ്ട് വീഡിയോ. നല്ല രസമുണ്ട്. നമ്മള് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉറക്കെ പറ കേൾക്കണില്ല. ഫാമിലി വന്നു. ഒരു സബ്സ്ക്രൈബർ താത്ത നമ്മളെല്ലാം കാണുന്നതാ. ഭാവി ഐശു സിംഗു എന്നൊക്കെ പറഞ്ഞിട്ടാ വന്നതല്ലേ. ഞാൻ ശിങ്കുനെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോ വിചാരിച്ച് ശിങ്കുനെ അറിയുന്ന ആരെ കൊടുങ്ങല്ലൂരുള്ള കാരണം അങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ച് ശിങ്കു തിരിച്ചു അങ്ങനെ തന്നെ ഭയങ്കര പരിചയം. ശിങ്കുവിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടല്ലേ? ശിങ്കു വിളിക്കുന്നേ ശിങ്കുനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടല്ലേ? വെച്ചാ മതി. ശിങ്കു മൈക്ക് വെക്കാം. മൈക്കൊന്നും പറയണ്ട. എന്നിട്ട് പറയ്. അപ്പൊ എന്റെ അനിയത്തിയുള്ള നല്ല സന്തോഷമായി. നല്ല സ്നേഹമുള്ള ഇഷ്ടപ്പെട്ടു. എങ്ങനെ നല്ല സ്നേഹമുള്ള ഇത്തല്ല ഉമ്മയാണത്. ഉമ്മ അതായത് ഓരോ വീട് കൊടുവള്ളി കാണുമ്പോ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ട്. പേരെന്താ ചോദിച്ചില്ല? പേര് വെച്ചില്ല. വീട്ടില് വരാന്ന് പറഞ്ഞു. ഉമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേര് കമന്റ് ചെയ്യാൻ പറഞ്ഞു. അല്ല ഉമ്മ വീട്ടിക്ക് വരാനും പറയും. നിങ്ങളെ കല്യാണത്തിന് എന്താണ് വരാൻ നിന്നതേനൂന്ന് അതൊക്കെ പറഞ്ഞിപ്പോ. അപ്പോഴാണ് ഇത് മറ്റേ സംഭവിച്ചില്ലേ. അപ്പൊ ഇനി എന്തായാലും അനിയത്തിന്റെ വീട്ടില് എംഎൽഎ വീട്ടില് വരുമ്പോ വരുന്നത്. നമ്മള് സംസാരിക്കുന്ന നമുക്കൊരു കണക്ഷൻ കിട്ടാൻ നല്ലൊരു കണക്ഷൻ കിട്ടിയില്ലേ? ഞാൻ ശരിക്കും ശിങ്കുവിന്റെ കൊടുങ്ങല്ലൂരുള്ള ആരോന്ന് വെച്ചു. കാരണം അങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചതും ശിങ്കു തിരിച്ചു അങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ചിരിച്ചുകൊണ്ടിട്ടോ ഇങ്ങനെ ചിരിച്ചു നമ്മളിങ്ങനെ കണ്ട പരിചയത്തില്ലേ. അങ്ങനെ അല്ല അങ്ങനല്ല, അതിന് ഭയങ്കര സന്തോഷായിട്ട് നമ്മളെ കണ്ടപ്പോ. ഉമ്മാനോട് പറഞ്ഞു, ആ ഉമ്മാനോട് പറഞ്ഞു ഞാൻ കണ്ടതിന് ഭയങ്കര സന്തോഷം. അത് പറയാന്ന് എപ്പം വയനാട്ടൊക്കെ വരുമ്പോ വിചാരിക്കല്ലോ നമ്മള് എവിടുന്നെങ്കിലും ഒന്ന് കാണാനോ. അത് പറയാ ഇങ്ങനെ. കണ്ടത്. അപ്പൊ എന്തായാലും സന്തോഷം. നീ പൊരേക്കൊക്കെ വരിക. നമ്മള് ഇനി നേരെ വിടട്ടെ കേട്ടോ. സോ ഗായ്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 102 കിലോമീറ്റർ ആണ് നമുക്കുള്ളത്. 2:43 2 മണിക്കൂർ 43 മിനിറ്റ് കൊണ്ട് എത്തുന്ന ഈ ഹൈവേ അവിടെ വരെ ഉണ്ടായിരുന്നെങ്കിൽ വരും. ഇത് കൊടുങ്ങല്ലൂർ കൂടെയാണ് പോണത്. പക്ഷെ അതാണ് ഈ റോഡിലത്തെ ഏറ്റവും വലിയ പ്രശ്നം ഗൈസ്. ഇൻഡിക്കേറ്റർ ഒന്നും ഇടൂല, ലൈന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ ചാട്ടാണ് ആൾക്കാര്. എന്തായാലും അടിപൊളി. നമ്മളെല്ലാരും ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി പിന്നെ ഈ റോഡ് കാണിച്ച് മുഷിപ്പിക്കണ്ടല്ലോ വെച്ചിട്ടോ അതൊന്നും കാണിക്കാത്ത. എന്തായാലും കിടിലൻ ഹൈവേ ആയിട്ടാ വരുന്നേ. രസമുണ്ട്. പക്ഷെ വളവ് തിരിവ് കാരണം നമുക്കൊരു 100-120 വരെ പോവാ അല്ലേ? വളവ് ഭയങ്കര വളവും തിരിവ്. സിദ്ധിയാപ്പാടവിടെ അല്ലേ? വീഡിയോ എടുക്കാം. ജ്യൂസ് ഫസ്റ്റ് നമ്മൾ ജ്യൂസ്, ബിരിയാണി, ചപ്പാത്തി, നമുക്ക് മിന്നുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് നോക്കട്ടെ വ്ളോഗ്. ഇതെന്താണ്? ബിരിയാണിയില്ലേ? ബിരിയാണി അവിടെ നോക്കൂടെ. പപ്പടമുണ്ട്. ഇതാണ് ഹംദാൻ അല്ലേ? ഹായ് ഹംദാൻ. ലൂയി ഞാൻ അബൂദാം. ഒരു സോറി ലൂയി, എന്നോട് സോറി പറഞ്ഞേ. ലൂയി സോറി പറഞ്ഞേ.
എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് യാത്ര? ക്ഷീണമൊന്നുമില്ല, ഏ, പക്ഷെ കുറച്ച് എത്താൻ കുറച്ച് വൈകി, അതല്ലേ കുറച്ചുകൂടി നേരത്തെ തന്നെ. അളിയോ കുടിച്ചത് ഇപ്പൊ റിലാക്സ് ചെയ്തില്ലേ? റിലാക്സ് ചെയ്തില്ലേ? ഞാൻ നോക്കുമ്പോ പഴംപൊരിയൊക്കെ കുതി. ഞാൻ പറഞ്ഞു പഴംപൊരി. ആ ഫുഡ് ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, നണ്ട് റോസ്റ്റ് ഉണ്ട്, ചെമ്മീനുണ്ട്. ഇതെന്താ പാപ്പ? തല ചെമ്മീൻ കറി. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ടോ? ഓക്കെ, അറ്റാക്ക് ചെയ്യാം. ഇരിക്കും എല്ലാവരും വാ, എല്ലാവരും വാ ഇരിക്കും. എന്റെ പിന്നോ അങ്ങോട്ട് നമുക്ക് അവിടെ ഇരിക്കാം. ആരും നിങ്ങൾ വിടിനോ? ഫേവറേറ്റ് നണ്ട് റോസ്റ്റ് ഉണ്ട്. ശരി, വേണ്ട വേണ്ട, ലൂയി. ആ സോ ഗൈസ്, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ ഷിങ്കുവിൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഒട്ടും വയ്യ, രാത്രി ഇപ്പോൾ 12 മണിയായി. ഇനി ഉറങ്ങാൻ വേണ്ടി പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണിക്കാം. നാളെ ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ട്, ഒക്കെ നാളെ കാണാം. നാളെ രാവിലെ 7 മണിക്ക് എണീറ്റ് ഇവിടുന്ന് പോകണം. ആ വിശേഷങ്ങളൊക്കെ നാളെ. സോ